ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയും ഗസറിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെ ഇപ്പം തണുപ്പ് കാലം തുടങ്ങി, വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സൗദി നല്ലൊരു സുന്ദരിയായി മാറിയിരിക്കുന്ന പോലെ തോന്നും. ഇവിടെ ഇപ്പോൾ ഈ ഗസറിയിൽ ഇന്നും നല്ല ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ നല്ല നമ്മളൊരു കല്യാണ വീട്ടിൽ പോയത് പോലെ ഉണ്ടാവും. ഈ കാണുന്ന സാധനമില്ലേ, ഇതിൻ്റെ പേരറിയില്ല, പക്ഷേങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുടിക്കുന്നതാണ്. ഗർഭിണിയായ സ്ത്രീകൾ പ്രസവിക്കാൻ നേരത്ത് വെള്ളത്തിലിട്ട് കുടിക്കും, പിന്നെ പ്രഗ്നൻ്റ് ആവാത്ത ആൾക്കാർ കുടിക്കും എന്നാണ് ഇവിടെ അറിഞ്ഞത്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിന്ദിക്കാരാണ്. എങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും കടയിലുള്ള ആൾക്ക് അറിയില്ല. പിന്നെ ഈ ഗസറിയിലെ ഈ കട ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. ഇതിപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവർ ബൾക്കായിട്ട് സാധനങ്ങൾ ഇറക്കി നമ്മൾ നടന്നു പോകുന്ന അവിടെയൊക്കെ വെച്ച്, നമ്മുടെ നാട്ടിൽ ഫുട്പാത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെച്ച് വെക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരിയാണ് ഇവിടെയും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഗസറിയയുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ നിറയെ ഷോപ്പുകളുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇതൊക്കെ പുറത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ, നാട്ടിലെ ഫുട്പാത്തിൻ്റെ അതിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ള ഒരു സന്തോഷമാണ്. എനിക്ക് നാട്ടിലാകുമ്പോൾ ഇത് കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ എല്ലാ സാധനങ്ങളും നോക്കി അങ്ങനെ നടന്നു പോകാറുണ്ട്. അതേപോലെയാണ് ഇവിടെയും. ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടി പുറത്തേക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ വെറൈറ്റി അല്ല, പക്ഷെ പലതരത്തിൽ ഈത്തപ്പഴം തന്നെ പലതരത്തിലാക്കി വെച്ചിട്ടുണ്ട്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ, പിന്നെ സ്വെറ്ററുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ട് പുതുതായിട്ട്. പിന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് ഉണക്കമീൻ, നമ്മളെ നാട്ടിൽ ഉണക്കമീൻ. ഇതിവർ ചായയോടൊപ്പം കഴിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ താമരയുടെ പൂവാണ്. ഇത് വെള്ളത്തിലിട്ട് കുടിക്കും, നല്ല റോസ് കളറായിരിക്കും. പിന്നെ നിങ്ങൾ ഇത് കണ്ടോ, ഇത് ഉള്ളി ഉണക്കിയതാണ്. ഉള്ളി എന്ന് വെച്ചാൽ സവാള, വലിയ ഉള്ളിയില്ലേ, അത് ഉണക്കി കവറിലാക്കിയതാണ്. അതേപോലെ ഇത് വെളുത്തുള്ളി ഉണക്കി തൊലി കളഞ്ഞ് ഉണക്കി കവറിലാക്കി വെച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊരാൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കണ്ടതാണ്. ഞാൻ വിചാരിച്ചു ഇത് നമ്മളെ നാട്ടിലെ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് നമ്മൾ കണ്ണിലിടുന്ന സുറുമയില്ലേ, സുറുമയാണത്. പിന്നെ ഇവിടെ ഇതെല്ലാ തരം പൊടികളുണ്ട്. ഇതിൽ ഈ വെള്ള കളർ കാണുന്നത് ഉള്ളിയുടെ പൊടിയാണ്, ഉള്ളി പൊടിച്ചത്. നേരത്തെ ഉണക്കിയത് വേറെ സെപ്പറേറ്റ് കണ്ടല്ലേ, ഇത് ഉള്ളിയുടെ പൊടിയാണ്. പിന്നെ ഇങ്ങനെ ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, പരിപ്പ് വർഗ്ഗങ്ങൾ. ഇത് ഉള്ളി തന്നെ, വെളുത്തുള്ളി തൊലി കളയാതെ ഉണക്കി വെച്ചതാണ് അത്. പിന്നെ ഇതൊക്കെ കുരുമുളക്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ എല്ലാത്തരം പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ കാണുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ സൈഡ് മൊത്തം ആൾക്കാർ നടന്നു പോകുന്ന സൈഡ് മൊത്തം ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ അങ്ങോളം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ ചെരുപ്പുകൾ, പിന്നെ ഈ തോപ്പില്ലേ, ഇവർ ഉപയോഗിക്കുന്ന ആ തോപ്പ്, അങ്ങനെയുള്ള ഷോപ്പുകൾ അതിൻ്റെ ഇടയിലുണ്ട്. അതിൻ്റെ ഇടയിലാണ് കൂടുതൽ ഇങ്ങനെയുള്ളത്. ഈ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് നെയ്യാണ്. ഒട്ടകത്തിൻ്റെ നെയ്യാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അറിയില്ല. പക്ഷേ എല്ലാ കടകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോ കടകളിലും ഓരോന്നല്ല വ്യത്യാസമായിട്ടാണ് കണ്ടത്. പിന്നെ ഇത് കണ്ടോ, ഇത് ചെമ്മീനാണ്, പ്രോൺസ്. ഇത് ഉണക്ക ചെമ്മീനാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ളതല്ല. ഇതൊരു പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ച് നോക്കണം, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമെങ്കിൽ. ഇത് പിന്നെ കബ്സ മസാല. പിന്നെ ഇതേപോലെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പലതും വിൽക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ സ്ത്രീകൾ ഇഷ്ടംമാതിരി ഇരുന്നിട്ടുണ്ട്.